ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരിക്കുന്നത്. വീണ വിജയനും സുനീഷും അക്കൗണ്ട് ഹോൾഡേഴ്സായി ഒരു അക്കൗണ്ട് അബുദാബിയിലുണ്ട്. അതിലേക്ക് വിവാദമായ SNC ലാവ്ലിൻ കമ്പനിയും കേരള സർക്കാർ എല്ലാ കൺസൾട്ടൻസിയും കൊടുത്ത PwCയും അടക്കമുള്ള അനേകം പേർ പണമിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു പല കമ്പനികളും ഇങ്ങോട്ട് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ട പണം മറ്റു പല രാജ്യങ്ങളിലേക്കും അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും മാറ്റിയിരിക്കുന്നു. എന്നാൽ തെളിവൊന്നും ഷോൺ ജോർജ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ഇതിനെ ഗൗരവമായി എടുക്കുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു തെളിവുമില്ലാതെ ശൂന്യതയിൽ നിന്നും ഒരു ആരോപണവുമായി എത്തിയാൽ അതിന് ഇൻഫർമേഷൻ നൽകിയ ആളുടെ വിശദാംശങ്ങൾ പോലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ കോടതി പരിഗണിച്ചെന്ന് വരില്ല. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. സ്വാഭാവികമായും കോടതി ഫയലിൽ സ്വീകരിക്കുമ്പോൾ കേസ് അന്വേഷിക്കുന്ന SFIയോടും EDയോടും വിശദാംശങ്ങൾ തേടും. SFI ആണ് മാസപ്പടി അന്വേഷിക്കുന്നത്, ED ആണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. ഈ രണ്ട് അന്വേഷണ ഏജൻസികളും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരോട് കോടതി വിശദീകരണം തേടാം. അവർക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇക്കാര്യത്തിൽ സൂചനകൾ ശരിയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അടപടലം പൂട്ടപ്പെടും.